ഇന്ന് ഉത്രാടമാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചെമ്പ പുട്ടുപൊടി കൊണ്ടൊരു പുട്ടുണ്ടാക്കാനാണ് ഞാൻ പോകുന്നത്. പുട്ടുപൊടി ഞാനൊരു പാത്രത്തിലിട്ടിട്ട് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് വെള്ളം കുറച്ച് ചൂടാക്കിയെടുത്തു. തിളയ്ക്കരുത്, വെള്ളം ഒന്ന് ചൂടായാൽ മതിയാകും. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടുതലാവാൻ പാടില്ല. ഇനി ഇതൊന്ന് നല്ല പോലെ തിരുമ്മി കുഴച്ചെടുക്കാം. ഈ ഒരു പുട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ചെമ്പാവരി പൊടിച്ചുണ്ടാക്കിയ പുട്ടുപൊടിയാണിത്. ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ നാടൻ അരിയേക്കാളും നല്ല സ്വാദാണ് ഈ പുട്ടിന്. ഇനി ഇത് നല്ല പോലെ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അതിന് വെള്ളം ആവശ്യമായി വന്നേക്കാം. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് അടച്ചു വെച്ച ശേഷമാണ് വീണ്ടും കുഴച്ച് പരുവമാക്കുന്നത്. നല്ലപോലെ കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ നാളികേരം കുറച്ച് ചിരവിയെടുത്ത് പുട്ടിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നിറച്ചു കൊടുത്താൽ കഷ്ണം കഷ്ണമായി അത് കിട്ടും. നാളികേരം അതൊന്നും പോവുകയുമില്ല. അപ്പോൾ ഞാൻ നാളികേരം ചിരവി എടുത്തിട്ടുണ്ട്. ആദ്യം അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പുട്ടുപൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഓരോ കുറ്റിയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ 4 കുറ്റി പുട്ട് എനിക്ക് കഷ്ണം കഷ്ണമായിട്ട് കിട്ടി. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ആവി വരണം, നല്ലപോലെ വേവണം. ഞാനത് ഗ്യാസ് അടുപ്പത്ത് കൊണ്ടുപോയി വെച്ച് അടച്ചു വെച്ചു. അതിന് ഒരു 6-7 മിനിറ്റ് ആവി വരട്ടെ. കടല തന്നെയാണ് ഇന്നും കറി. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലക്കറി. അതുകൊണ്ട് തന്നെ പുട്ടിനുള്ളൊരു കടലക്കറിയാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ ഈ പുട്ടെല്ലാം ഉണ്ടാക്കിയെടുത്തു. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല രുചിയായി വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ കുറച്ച് റോബസ്റ്റ പഴുത്തതുണ്ട്, അതും. ഇനി ഈ കടലക്കറിക്ക് ആവശ്യമായത് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, 4 പൊടികളാണ്. അത് മാറ്റി വെച്ചു. കുറച്ച് കുരുമുളക് മതി. ഞാൻ ഇത്തിരി കൂടുതലിട്ടിട്ടുണ്ട്, എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ്. അത് കുറ്റിക്കുരുമുളകായതുകൊണ്ടാണ് കൂടുതലായി തോന്നുന്നത്. കുറച്ച് കുരുമുളക് ചേർത്താൽ മതിയാകും. ഇത് വെളുത്തുള്ളി, വലിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, വലിയ ജീരകം, ചെറിയ ജീരകം, ഇതൊക്കെ കൂടി നമ്മൾ വെളിച്ചെണ്ണയിലൊന്ന് നല്ല പോലെ വാട്ടിയെടുക്കുകയാണ്. കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് വേഗം വാടിക്കിട്ടും. ഇതാണ് ഈ കടലക്കറിയുടെ രുചി, ഈ ഒരു വാട്ടൽ. നല്ല പോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. പക്ഷേ എൻ്റെ മല്ലിയില കഴിഞ്ഞു പോയി. മഴയാണ്, അതുകൊണ്ട് തൊടിയിൽ പോയി ആഫ്രിക്കൻ മല്ലി പറിക്കാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ മല്ലിയില ചേർത്തില്ല, കറിവേപ്പില ചേർത്തു. അതിലേക്ക് ഈ പൊടികളൊക്കെ ഒന്ന് തീ കുറച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ആ പൊടികളൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മണം കിട്ടും കറിക്ക്. അപ്പോൾ അങ്ങനെ മിക്സിയിൽ ഇട്ട് വെച്ചു, അതൊന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും ജാനകിയമ്മ വന്നിട്ടുണ്ട്. ഇന്ന് എന്നെ സഹായിക്കാൻ വന്നതാണ്. അപ്പോൾ ഒരു ചേന എടുത്തു തരാം എന്ന് പറഞ്ഞു. ചേന എടുക്കാൻ പോയിട്ടുണ്ട്, വലിയ ചേന. അപ്പം ഞാൻ ഈ അരപ്പൊക്കെ ആറി വന്നപ്പോൾ, തണുത്ത് വന്നപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ വറുത്തത് കൊണ്ട് അതിൻ്റെ പച്ചമണമൊന്നും നമുക്ക് അനുഭവപ്പെടില്ല. കുറച്ച് മിക്സി കൂടി കഴുകി ഒഴിച്ച് അതൊന്ന് തിളപ്പിച്ചെടുത്തു. അപ്പം നല്ല കൊഴുത്ത, നല്ല രുചിയുള്ള ഒരു നാടൻ കടലക്കറി. അതും ഈ പുട്ടും നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഉത്രാടത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ റെഡിയായി. അപ്പോഴേക്കും അച്ഛൻ കുളിച്ചു വന്നു. ഞാൻ അച്ഛനുള്ള പുട്ടും കടലക്കറി എടുത്തു കൊടുത്തു. അച്ഛൻ നല്ല രുചിയോടുകൂടി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനുള്ളതൊക്കെ കൊടുത്തു. അച്ഛന് പഴവും ഇഷ്ടമാണ്. അപ്പോൾ നല്ല രുചിയോടുകൂടി അച്ഛനത് കഴിക്കുന്നുണ്ട്. ഞാനിനി ഉത്രാടപ്പാച്ചിലേക്ക് പോവുകയാണ്. നാളെ തിരുവോണമാണ്. കുറേ പണിയുണ്ട് തീർക്കാൻ. അപ്പം നേരെ വീണ്ടും അടുക്കളയിലേക്ക്. തിരുവോണത്തിന് ഉള്ള ഒരുക്കത്തിനായി അടുക്കളയിലേക്ക് കടന്നു. കുറച്ച് പുളി വെള്ളത്തിലിട്ടു, ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞു വെച്ചു. ഓലനുള്ള പച്ചമത്തൻ കഷ്ണങ്ങളാക്കി വെച്ചു. കാളനുള്ള ചേനയും, പുത്തൻ ചേനയാണ്, എന്തും സ്വാദായിരിക്കുമെന്നോ, അതും കായും നുറുക്കി വെച്ചു. കാളന് അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ പാത്രത്തിലാക്കി. പയറുപ്പേരിക്കുള്ള പയർ, നാടൻ പയർ പൊട്ടിച്ചു വെച്ചു. സാമ്പാറിനുള്ള കഷ്ണങ്ങളും റെഡിയാക്കി. എല്ലാം ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. ഇത് ചേനയും മത്തനും ഉള്ള ഒരു കറിയാണ്, എരിശ്ശേരിയാണ്. അങ്ങനെ ചോറ് വാർത്തു. നല്ല ടേസ്റ്റിലുള്ള പച്ചമത്തൻ കറിയും ചേനക്കറിയും പൂള കൂട്ടാനുമാണ് ഉണ്ടാക്കി വെച്ചത്. അപ്പം ഞങ്ങളൊക്കെ സദ്യക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് സദ്യയില്ല.
വൈകുന്നേരമാണ് സദ്യ. അങ്ങനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉണ്ണിക്കുട്ടേട്ടൻ്റെ വീട്ടിലേക്കുള്ള പോക്കാണിത്. ഉത്രാട സദ്യയാണ് അവിടെ. നല്ല സുന്ദരമായൊരു സ്ഥലത്താണ് ഉണ്ണിക്കുട്ടേട്ടൻ്റെ വീട്. നല്ല പാലട പായസമായിരുന്നു അവിടെ. സദ്യ കഴിഞ്ഞ് എനിക്ക് കുറച്ച് പായസവും തന്നു ചേച്ചി. അച്ഛനുള്ളതും ഞങ്ങൾക്ക് കൂടുതൽ കുടിക്കാനും. അങ്ങനെ ഞാൻ പുളിയിഞ്ചി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പച്ചമുളകും ഇഞ്ചിയും ശർക്കരയും കൂടി ഒപ്പം ചേർത്ത് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുത്തു. പുറത്ത് നല്ല മഴയാണ് പെയ്യുന്നത്, പെരുമഴ. മഴയുടെ ഭംഗി ആസ്വദിക്കാനൊന്നും നേരമില്ല. ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് പോയി. മുറ്റം മുഴുവൻ മഴയാണ്. മാദേവരെ സിറ്റൗട്ടിൽ വെച്ചത് നന്നായി, അല്ലെങ്കിൽ നനഞ്ഞു കുതിർന്നേനെ. ഓണം വെള്ളത്തിലാണ്. കുറച്ച് ഉഴുന്ന് പരിപ്പ് നല്ലപോലെ വറുത്തെടുത്തു. ആ ഉഴുന്ന് പരിപ്പ് പൊട്ടിച്ചിട്ട് നല്ലപോലെ പൊട്ടിച്ചിട്ട് എനിക്ക് പുളിയഞ്ചിയിലിടാനുള്ളതാണ്. കുറച്ച് ശർക്കര ഉരുക്കി വെച്ചു. കുറച്ച് ശർക്കയിട്ട് ഉപ്പേരി ഉണ്ടാക്കണം. ഇലത്തലയ്ക്ക് വിളമ്പാനാണ്. അപ്പോൾ ഇതാ കാളൻ റെഡിയായി തുടങ്ങി. കുരുമുളകൊക്കെ അരച്ച് നല്ല പോലെ കുരുമുളകിട്ട കാളനാണ് എൻ്റെ കുറുക്ക് കാളൻ. കുറച്ച് കായ വറുത്തു, കുറച്ചേ വറുത്തുള്ളൂ നാളേക്കുള്ളത്, തിരുവോണത്തലയ്ക്ക് ഇലത്തലയ്ക്ക് വിളമ്പാനുള്ളത്. പിന്നെ കുറച്ച് ശർക്കയിട്ട് ഉപ്പേരി കൂടി ഞാൻ തയ്യാറാക്കാൻ വേണ്ടി ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. ശർക്കര ഉരുക്കി എടുത്തത് വീണ്ടും ഒരു ഉരുളിയിലേക്ക് ഒഴിച്ച് ഒന്നിളക്കി കൊടുത്തു. ഇങ്ങനെ ഒരു പരുവാകുമ്പോൾ നമുക്ക് ആ വറുത്ത് വെച്ച ശർക്കയിട്ടുപ്പേരിക്കുള്ളത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് തണുത്ത ശേഷം, പാവ് ഒന്ന് തണുത്ത ശേഷം. ഇത് ഉപ്പിടാതെയാണ് കേട്ടോ വറുക്കേണ്ടത്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ശർക്കയിട്ടുപ്പേരി ആയിരിക്കും. എനിക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതൊന്നും ഇഷ്ടമല്ല, കാരണം അതിൽ ചുക്കും ജീരകവും ഏലക്കായും ഒന്നും എനിക്കിഷ്ടമല്ല. ഞാനതൊന്നും ഇടാതെയാണ് ഉണ്ടാക്കാറ്. അത് തന്നെ നല്ല ടേസ്റ്റിൽ വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഫ്രഷായ രണ്ടും ഓരോ കുപ്പികളിൽ ഇനി അടച്ച് വെക്കണം. കുറുക്ക് കളൻ റെഡി ആയിട്ടുണ്ട്. കുരുമുളക് കുറുക്ക് കളൻ നല്ല രുചിയാണ്, ഒന്ന് പൊളിച്ച് കിട്ടണം. അതും കൂടെ തയ്യാറാക്കി വെച്ചു. പിന്നെ പുളിയിഞ്ചിയിൽ ഞാൻ ഉഴുന്ന് പരിപ്പ് പൊടിച്ചതൊക്കെ ചേർത്തൊന്ന് ഇളക്കി. അങ്ങനെ തിരുവോണ സദ്യക്കുള്ള പിന്നാമ്പുറക്കാരൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മെയിൻ ആളുകളെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഉണ്ടാക്കും. 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 10 മണിയാകുമ്പോഴേക്കും എല്ലാ സംഭവങ്ങളും റെഡിയാവും. ഇതൊക്കെയാണ് എൻ്റെ ഉത്രാടദിന പാചകം. രാവിലെ തിരുവോണ ദിവസം ഇഡ്ഡലിക്കാണ് അരച്ച് വെച്ചത്. ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കി ഉപ്പിട്ടിളക്കി യോജിപ്പിച്ച് വെക്കണം. അപ്പോൾ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ആണ്. അപ്പോൾ നല്ല മാവായി വന്നിട്ടുണ്ടത്. നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ച് വെക്കണം. നാളെ രാവിലേക്ക് നല്ലപോലെ പൊന്തി സൂപ്പർ ഇഡ്ഡലിയായി വരും. ഇത് നമുക്ക് അടച്ച് വെക്കണം. അതവിടെ ഇരിക്കട്ടെ. ഉച്ചയ്ക്ക് ഉത്രാട സദ്യക്ക് പോയതിനാൽ ഇന്ന് മാദേവർക്ക് വൈകുന്നേരമാണ് സദ്യ വിളമ്പാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നിലവിളക്കൊക്കെ കൊളുത്തി ചന്ദനത്തിരിയൊക്കെ കത്തിച്ച ശേഷമാണ് മാദേവർക്ക് നേദിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ഇതേപോലെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വരുന്നതാണ്. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.